ഞണ്ട് റോസ്റ്റ് റെഡിയാക്കുന്നതിനായിട്ട് ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ച് മൺചട്ടി ചൂടായതും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മളത് കടുകിട്ടൊന്ന് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചതച്ച് വയ്ക്കുക. അരച്ചത് വേണ്ട, ചതച്ച് വയ്ക്കുക. ചതച്ചതാകുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ നല്ല അടിപൊളിയാണ്. അതിലേക്ക് ഞാൻ ഒരു 4 പച്ചമുളക് വട്ടത്തിലരിഞ്ഞ് വെച്ചത് കൂടി ഇതിൽ ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ ഞാനിതിലേക്ക് ഒരു 4 സവോള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ ഒരു 10 ചെറിയ ഉള്ളി കൂടെ നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ നടുവ് കീറിയിട്ടൊന്നുമില്ല കേട്ടോ, ചെറിയ ഉള്ളി നന്നാക്കിയിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കും, ഒന്ന് വാടി വരട്ടെ. ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ട് ഒന്ന് പെട്ടെന്ന് വാടി വരാൻ നമ്മൾ ഉപ്പ് ചേർക്കുമല്ലോ. ഞാനിപ്പോൾ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള കല്ലുപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്കിതിലേക്ക് തക്കാളിയാണ് ആവശ്യം. ഞാൻ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളിയും കൂടി ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി തക്കാളിയും ഉള്ളിയും ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി. അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട്, ഞണ്ട് റോസ്റ്റ് ആകുമ്പോൾ കുറച്ച് എരിവുള്ളത് നല്ലതാണ്. പിന്നെ ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ ഒരു ടീസ്പൂൺ ഗരം മസാല ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ട് ഈ സവോളയിലേക്ക് ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ. പച്ചമണം പോവുകയും ചെയ്യും, സവോള വാടുകയും ചെയ്യും. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കൈവിടാതെ വഴറ്റിയെടുത്തോളൂ, അല്ലാന്നുണ്ടെങ്കിൽ ഇത് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഞണ്ട് ഇതും കൂടി ഇതിലേക്ക് അങ്ങ് ചേർക്കാം. നോക്കൂ, ഇതിനി നന്നായിട്ട് ഈ വെള്ളം ഒഴിക്കരുത് കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് ഈ മസാലയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി മിക്സ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഇതിലേക്ക് ഉപ്പും മുളകൊക്കെ പിടിക്കുന്ന തരത്തിൽ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതൊരു 3-4 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അടച്ച് വെച്ച് വേവിക്കാനതല്ല, നമ്മൾ ഈ മസാലയൊക്കെ ഇതിലേക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം നല്ലതാണ്. കാരണം മൺചട്ടി ആണെങ്കിൽ അത് അടി പിടിക്കാൻ ചാൻസ് കൂടും. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക. 2-3 മിനിറ്റ് ഒന്ന് ഈ ഗ്രേവിയിലൊന്ന് ഈ ഞണ്ട് കടന്നിട്ടൊന്ന് മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചൂടുവെള്ളമാണ്. ഞാൻ ഇപ്പോൾ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് വെള്ളം. ഈ വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. ഇത് ഒരുപാട് വെള്ളം ഇതിലേക്ക് ഒഴിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ഞണ്ട് വേവാനുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. കാരണം ഈ ഞണ്ട് വേവിനോട് കൂടിയിട്ട് ഇതങ്ങ് വെള്ളം വറ്റിയിട്ട് റോസ്റ്റായിട്ട് വരും. ഒരുപാട് വെള്ളമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞണ്ട് കറിയായി മാറും അത്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്നിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഞണ്ട് റോസ്റ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ നല്ല വറ്റിയിട്ട് വന്നു. ആ സമയത്ത് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ ചതച്ച കുരുമുളക്, അതായത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പൊടി വേണ്ട, നമ്മൾ വീട്ടിൽ തന്നെ കുരുമുളക് ഒന്ന് ചതച്ചിടായിരിക്കും അതിൻ്റെ ആ ഒരു മണത്തിന് നല്ലത്. അപ്പോൾ എന്താ പറയുക, സൂപ്പറായിട്ടുണ്ട്. ഓക്കെ, ആ ഒരു മണം തന്നെ അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ ആ കറിവേപ്പിലയുടെയും കുരുമുളകിൻ്റെയൊക്കെ മണം വന്ന് നമ്മുടെ ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വിളമ്പിക്കോളൂ.